വ്യത്യാസമുണ്ട്. നമ്മുടെ വെള്ളത്തിന്റെ അകത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അയണിന്റെ സാന്നിധ്യം കുറച്ച് സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു. അത് നമ്മൾ നമ്മുടെ വെസൽ വെച്ചിട്ടുണ്ട് പുറത്ത്. അതിന്റെ നമ്മൾ എടുത്തിട്ടില്ല, വെള്ളത്തിന്റെ ക്വാളിറ്റി ഒന്നും എടുത്തിട്ട് അതിന്റെ റിവ്യൂ ഒന്നും എടുത്തിട്ടില്ല. നമ്മൾ ആദ്യമേ പ്യൂരിഫയറിലേക്ക് വന്നു. അപ്പൊ പ്യൂരിഫയറിന്റെ ഇപ്പൊ നമുക്ക് എടുത്തിട്ട് സാറ്റിസ്ഫൈഡ് അല്ല, വെള്ളം ഓക്കെ അല്ലേ? അതായത് നേരത്തെ വെള്ളം എന്തായിരുന്നു നമുക്ക് ബുദ്ധിമുട്ട്? ഓക്കെ, ഫിസിക്കലായിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ് ഉണ്ടായിരുന്നു അല്ലേ? ഇപ്പൊ ഓക്കെ അല്ലേ? സാറ്റിസ്ഫൈഡ് ആണോ? ഓക്കെ ഓക്കെ, താങ്ക് യു. നമസ്കാരം സുഹൃത്തുക്കളെ, വെൽമോണ്ട് വാട്ടർ സൊല്യൂഷന്റെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് തിരിക്കുന്നത് പെരുമ്പാവൂർ കഴിഞ്ഞിട്ടുള്ള കുറുപ്പമ്പടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതായത് കോതമംഗലത്തിന് അടുത്തായിട്ട് ഒരു സ്ഥലം വന്നിരിക്കുന്നത്. നമ്മളൊരു വെസൽ ഫിൽട്രേഷൻ ഒന്നല്ല, നമ്മൾ 2 വെസൽ ഫിൽട്രേഷനും 2 പ്യൂരിഫയറും ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത്. നമ്മൾ ഈ കാണുന്നതാണ് നമ്മളുടെ വീട്. 2 നില വീടാണ്. അപ്പോൾ 2 നില എന്ന് പറയുമ്പോൾ 2 ലൈനായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. അപ്സ്റ്റെയറിൽ ഒരു സെക്ഷൻ, അതുപോലെ തന്നെ ഗ്രൗണ്ട് ഫ്ലോറിൽ വേറെ ലൈൻ. അങ്ങനെ 2 വെസൽ ഫിൽട്രേഷൻ ആണ് നമുക്കിവിടെ വെക്കേണ്ടത്. അപ്പോൾ അതിന്റെ വർക്കുകളാണ്. കൂടാതെ നമുക്ക് വാട്ടർ പ്യൂരിഫയർ നമുക്ക് ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യണം. 9 ലിറ്റർ സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള RO വാട്ടർ പ്യൂരിഫയർ. അപ്പൊ മേലെയും താഴത്തും നമുക്ക് പ്യൂരിഫയറും ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളാണ് നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ നേരെ നമുക്ക് നമ്മുടെ സൈഡിലോട്ട് പോകാം. എന്നിട്ട് ബാക്കി വിശേഷങ്ങൾ നമുക്ക് നേരിട്ട് കണ്ടു മനസ്സിലാക്കാം. അപ്പൊ ബൈ. ഞാൻ 2 വർക്ക് എന്ന് പറഞ്ഞല്ലോ, നമ്മളുടെ ഒരു യൂണിറ്റ് വെക്കേണ്ടത് നമുക്ക് ഇവിടെയാണ്. ഇത് ഈ വന്നിരിക്കുന്ന 1 ഇഞ്ചിന്റെ ലൈനാണ് മേലെ നിന്ന് ഇറങ്ങി വരുന്നത്. അതായത് അപ്സ്റ്റെയറിൽ താമസിക്കുന്നവരുടെ വെള്ളത്തിന്റെ ലൈനാണത്. അതായത് നേരിട്ട് താഴ്ത്തു വന്നിട്ട് ഇവിടെ നിന്നാണ് കയറി പോകുന്നത്. അപ്പൊ ഇവിടെ നമുക്കൊരു വെസൽ വെച്ച് കൊടുക്കണം. മേലേത്തുള്ള ഫ്ലോറിലേക്ക് വേണ്ടിയിട്ട് ഗ്രാവിറ്റി തന്നെ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഒരു വെസൽ ഇവിടെ വരും. അടുത്ത ഗ്രൗണ്ട് ഫ്ലോറിലുള്ള വീട്ടുകാർക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലൈനാണ് ഈ വന്നിരിക്കുന്ന 1.5 ഇഞ്ചിന്റെ ലൈൻ. അപ്പൊ അടുത്ത വെസൽ നമുക്ക് വെക്കേണ്ടത് ഇവിടെയാണ്. ഇതും ഗ്രാവിറ്റി തന്നെ ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ടാങ്ക് ഇരിക്കുന്നതിന്റെ നേരെ മേലെയാണ് അപ്സ്റ്റെയറുകാരുടെ, അതായത് ഫസ്റ്റ് ഫ്ലോറുകാരുടെ ടാങ്ക് ഇരിക്കുന്നത് അവരുടെ ടെറസിന്റെ മേലെയാണ്. അപ്പൊ അവിടെ നിന്ന് ലൈൻ ആ വഴി ഇറങ്ങി വന്നിട്ടാണ് കയറുന്നത്. അതായത് 1 ഇഞ്ചിന്റെ ലൈൻ മേലോട്ട് കയറുന്നത്. കുറച്ച് പ്രഷറിന്റെ ബുദ്ധിമുട്ട് ഓൾറെഡി ഉണ്ട്. അപ്പൊ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനെ അവർ കൊടുത്തിരിക്കുന്നത്. പിന്നെ അവിടെ ഇരിക്കുന്ന ടാങ്ക്, അപ്സ്റ്റെയറുകാരുടെ ടാങ്ക് എന്ന് പറയുമ്പോൾ ചെറിയ ടാങ്ക്, അതും ഹൊറിസോണ്ടൽ ടൈപ്പ് ടാങ്കാണ്. ഗ്യാപ്പ് ഒന്നുമില്ല, നമുക്ക് കാണാനും പറ്റത്തില്ല. അപ്പൊ അങ്ങനെയാണ് അവിടുത്തെ ടാങ്കിന്റെ അവസ്ഥ. പിന്നെ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 750 ടാങ്കാണ്. അത് ഇതിന്റെ സ്റ്റെയർ കേസിന്റെ മേലെ വെച്ചിരിക്കുന്നത്. അപ്പൊ 2 വർക്കാണ് നമുക്ക് വെസലിന്റെ ചെയ്യേണ്ടത്. 2 വർക്കിന്റെയും ഏരിയ ഇതാണ്. ഫസ്റ്റ് അവിടെയും സെക്കൻഡ് നമുക്ക് ഇവിടെയാണ് വെക്കേണ്ടത്. 1.5 ഇഞ്ചിന്റെ ലൈനിന്റെ ഈ ഏരിയയിലാണ് നമുക്ക് വെക്കേണ്ടത്. പിന്നെ പ്യൂരിഫയർ വെക്കേണ്ടത് ഗ്രൗണ്ട് ഫ്ലോറിൽ ഇവിടെ കിച്ചന്റെ അകത്തായിട്ടാണ് പ്യൂരിഫയർ വരുന്നത്. അത് നമുക്ക് കാണിച്ചു തരാൻ വഴിയെ. അതുപോലെ തന്നെ അപ്സ്റ്റെയറിൽ കിച്ചണിലാണ് നമ്മളുടെ അവിടുത്തെ പ്യൂരിഫയർ വെക്കേണ്ടത്. അപ്പൊ നമുക്ക് നേരിട്ട് നമ്മുടെ വർക്കിലേക്ക് കിടക്കാം. അപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ വർക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ അതേ നമ്മുടെ 13-14 വെസലാണ് നമ്മളോട് പഠിപ്പിക്കുന്നത്. 2 സ്ഥലത്തും 13-14 നമ്മുടെ മീഡിയാസ് കൂടെ ഉണ്ട്. എല്ലാ മീഡിയയും നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കാർബണും കാറ്റലോഗ്സും ഫൈൻ സാൻഡും ബാക്കിയുള്ള സപ്പോർട്ടിംഗ് മീഡിയയും മെനോട്ടും ഇതൊക്കെ നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പ്ലംബിങ്ങിന്റെ സാധനങ്ങളൊക്കെ കൂടി ഉണ്ട്. ഇപ്പുറത്തെ സൈഡിലും ഇതുപോലെ തന്നെ 13-14 വെസലാണ്. അപ്പൊ നമുക്ക് നേരെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. കൂട്ടുകാരെ, നമ്മുടെ റോ വാട്ടറിൻ്റെ കാര്യം ഞാൻ കാണിക്കാൻ മറന്നുപോയി. ഇതാണ് നമ്മുടെ റോ വാട്ടറിൻ്റെ അവസ്ഥ കേട്ടോ. ഒരു ബക്കറ്റിലേക്ക് എടുത്തപ്പോൾ ഉള്ള അവസ്ഥയാണിത്.
നമ്മൾ പൈപ്പ് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിനകത്ത് പിടിച്ചിരിക്കുന്ന അഴുക്കാണ്ടേ കാണുന്നത്. ഇത്ര അഴുക്ക് ഫോം ആയിട്ടുണ്ട് അതിനകത്ത്. അപ്പൊ കൂട്ടുകാരെ നമ്മുടെ ഒരു വെസലിന്റെ വർക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. നമ്മളെ പ്ലംബിംഗ് വർക്ക് കഴിഞ്ഞിട്ടുള്ളൂ. ഇനിയിപ്പോ ഇത് ബാലൻസ് ഉള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇത് ബാക്ക് വാഷ് ചെയ്ത് ലൈനപ്പ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ അത് തൽക്കാലത്തേക്ക് ഇപ്പൊ ബാക്ക് വാഷ് ചെയ്യുന്നില്ല. നമ്മുടെ അടുത്ത വർക്കും കൂടി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ട് ഒരുമിച്ച് ബാക്ക് വാഷ് ചെയ്ത് ലൈനപ്പ് ചെയ്യാൻ പരിപാടിയാണ്. അപ്പോൾ ആദ്യത്തെ ഫിൽറ്ററിന്റെ കംപ്ലീറ്റ് ആയി, പൈപ്പിംഗ് വർക്കൊക്കെ മീഡിയ എല്ലാം നിറച്ച് നമ്മൾ വാൽവ് പിടിപ്പിച്ച് പ്ലംബിംഗ് വർക്കും കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത വർക്ക് എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പൊ അത് നമുക്ക് ഇനി സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ അത് കഴിഞ്ഞിട്ട് ഒരുമിച്ച് ഞാൻ ബാക്ക് വാഷ് ചെയ്തതിന് ശേഷം നിങ്ങളെ കാണിച്ചു തരാം അതിന്റെ ക്വാളിറ്റി എല്ലാം. അപ്പൊ കൂടാതെ നമ്മുടെ രണ്ടാമത്തെ വെസലിന്റെയും ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു. പ്ലംബിംഗ് വർക്കൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പോ ബാക്ക് വാഷ് ചെയ്യാൻ ബാക്കിയാണ്. മറ്റേതിന്റെ പോലെ തന്നെ ഇതും ബാക്ക് വാഷ് ചെയ്യാൻ ബാക്കിയാണ്. അപ്പൊ ഒരുമിച്ച് നമുക്ക് ബാക്ക് വാഷ് ചെയ്യാനുള്ള ഒരു പരിപാടിയാണ്. അപ്പൊ ടാങ്കിലാണെങ്കിൽ വെള്ളമില്ല, രണ്ട് ടാങ്കിലും വെള്ളമില്ല. അപ്സ്റ്റേറിലെ വീട്ടുകാരുടെ ടാങ്കിലും വെള്ളമില്ല, ഗ്രൗണ്ട് ഫ്ലോറിലെ താമസക്കാരുടെ ഇതിനകത്തും ടാങ്കിലും വെള്ളമില്ല. അപ്പൊ രണ്ടിലും ഇപ്പൊ ഫില്ലിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വൺസ് ഇത് ഫില്ലിംഗ് പൂർത്തിയായതിനു ശേഷം നമുക്ക് ഗ്രാവിറ്റിയിലും അതുകൂടാണ്ട് പ്രഷർ ബാക്ക് വാഷും ചെയ്ത് നോർമലൈസ് ചെയ്തതിനു ശേഷം ഞാൻ നിങ്ങളെ ക്വാളിറ്റി കാണിച്ചു തരാം. അപ്പൊ നേരെ നമുക്ക് ബാക്ക് വാഷ് ചെയ്യാം. വൺ ബൈ വൺ ആയിട്ട് തന്നെ ചെയ്യാം. ആദ്യത്തെ വെസലിന്റെ തന്നെ നമുക്ക് ആദ്യം തീർക്കാം ബാക്ക് വാഷ്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തേക്ക് വരാം. നമ്മളിപ്പോ ഗ്രാവിറ്റിയിലാണ് ഇപ്പൊ ചെയ്യാൻ പോകുന്നത്. ഓൾറെഡി നമ്മുടെ ടാങ്ക് എല്ലാം ഫുൾ ആയിട്ടുണ്ട്. അപ്പൊ ഇൻലെറ്റ് വാൽവ് നമുക്ക് അവിടെ ഓപ്പൺ ചെയ്യാം. അതായത് നമ്മുടെ വെസലിലേക്ക് വെള്ളം കയറി ബാക്ക് വാഷ് മോഡിലാണ്. അപ്പൊ അവിടെ നമുക്ക് ബാക്ക് വാഷിലേക്ക് വെള്ളം പോകും. ഇപ്പൊ ആദ്യത്തെ വെസലിന്റെ ബാക്ക് വാഷ് കഴിഞ്ഞ് നമ്മൾ നോർമലൈസ് ചെയ്ത് ലൈൻ ചാർജ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ ക്വാളിറ്റി ഞാൻ വഴി നിങ്ങളെ കാണിച്ചു തരാം. ഇനി അടുത്തതിലേക്ക് നമ്മൾ പോവുകയാണ്, അടുത്ത വെസലിന്റെ ബാക്ക് വാഷിലേക്ക്. രണ്ട് വെസലിന്റെ ബാക്ക് വാഷ് കഴിഞ്ഞിട്ട് അപ്പൊ രണ്ടിന്റെ ഞാൻ ക്വാളിറ്റി എടുത്ത് കാണിച്ചു തരാം. നേരത്തെ ഇതിന്റെ റോ വാട്ടർ ക്വാളിറ്റി ഞാൻ നിങ്ങളെ നേരത്തെ ബക്കറ്റിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു കറുത്ത ഒരു കളറായിരുന്നു വെള്ളത്തിന്. അപ്പൊ നമ്മൾ ഫിൽറ്റർ വെച്ചതിന് ശേഷം എങ്ങനെയുണ്ട് അതിന്റെ ക്വാളിറ്റി എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത്, നമ്മുടെ ഇവിടുത്തെ റോ വാട്ടർ നമ്മൾ ആദ്യം ഇവിടെ വന്നേക്ക് മുന്നേ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ പിന്നെ അത് കുറച്ച് അയണിന്റെ പ്രശ്നം, കുറച്ച് സ്മെല്ലും അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളാണ് നമുക്ക് അത് കാണാൻ സാധിച്ചത്. ബോർവെല്ലാണ്. അപ്പൊ ആ ബോർവെല്ലിന്റെ അകത്ത് അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ബുദ്ധിമുട്ടുള്ളതിന്റെ പേരിലാണ് കസ്റ്റമറുടെ വെസൽ വെക്കാനായിട്ട് തീരുമാനം ഉണ്ടായത്. അപ്പോൾ നമുക്ക് അതിന്റെ ക്വാളിറ്റി ഞാൻ എടുത്ത് കാണിച്ചാൽ ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന്. ഇത് നല്ല കണ്ണീര് പോലെ വെള്ളമായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോ അടുത്ത വെസലിനെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അടുത്ത വെസലിന്റെ ക്വാളിറ്റിയും ഇതാണ് വെസലിന്റെ ക്വാളിറ്റി. ഇത് ഇത്രയും ക്ലിയർ ആയിട്ട് തന്നെ വെള്ളം വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വെസൽ വെച്ചിട്ട് വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇവിടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ആയിട്ടുണ്ട്.
അപ്പോൾ ഇനി അടുത്തത് നമുക്ക് മേലെ നമ്മുടെ വാട്ടർ പ്യൂരിഫയർ പിടിപ്പിക്കാണ്. മേലെ ഉണ്ട്, അതുപോലെ താഴെയുണ്ട്. അപ്പൊ 2 വാട്ടർ പ്യൂരിഫയറിന്റെ ഇൻസ്റ്റാളേഷൻ അടുത്തത്. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലുള്ള വർക്കുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ, വെസൽ ഫിൽട്രേഷന്റെ വർക്കുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മളുമായിട്ട് തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യണം കേട്ടോ. നമ്പറെല്ലാം നമ്മൾ സ്ക്രീനിൽ കൊടുത്തേക്കാം. അതേപോലെ നമ്മുടെ വർക്ക് നമ്മുടെ ചാനലിലൂടെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ പ്യൂരിഫയറിന്റെ വർക്കിലേക്ക് പോവാം. ബൈ. അപ്പൊ കൂട്ടുകാരെ, നമ്മുടെ അപ്സ്റ്റേറിലെ വാട്ടർ പ്യൂരിഫയർ പിടിപ്പിക്കുന്ന ഏരിയ ഇതാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇവിടെ സ്റ്റാൻഡ് പിടിപ്പിച്ച് അതുപോലെ പ്രീ ഫിൽറ്റർ കൊടുത്തിട്ടുണ്ട്. വാട്ടർ ലൈൻ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പൊ അതിൽ നമുക്ക് ലൂപ്പ് ചെയ്തിട്ട് പ്രീ ഫിൽറ്റർ കൊടുത്തിട്ടാണ് നമ്മുടെ 9 ലിറ്റർ സ്റ്റോറേജ് കപ്പാസിറ്റി ഉള്ള പ്യൂരിഫയറിലേക്ക് പോകുന്നത്. അപ്പൊ അതിന്റെ പണിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. മേലെ അപ്സ്റ്റേറിൽ നമ്മുടെ പ്യൂരിഫയർ നമ്മൾ ഫിക്സ് ചെയ്തു. അപ്പൊ അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ പ്രൊഡക്റ്റും ഇതൊക്കെ നമ്മൾ എടുത്ത് നോക്കിയായിരുന്നു. ക്വാളിറ്റി എല്ലാം നമ്മൾ നോക്കിയായിരുന്നു. നല്ലത് തന്നെയാണ്. അപ്പൊ നമ്മൾ പറഞ്ഞേക്കാളും നല്ലത് നമ്മുടെ കസ്റ്റമറോട് തന്നെ ചോദിച്ചു നോക്കാം, എങ്ങനെയുണ്ട്, വല്ല വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ടോ, റോ വാട്ടർ എങ്ങനെയായിരുന്നു, അതേപോലെ തന്നെ നമ്മുടെ പ്യൂരിഫൈഡ് വാട്ടർ, പ്യൂരിഫയറിൽ നിന്ന് വരുന്ന പ്രൊഡക്റ്റ് വാട്ടർ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അതേപോലെ തന്നെ ചോദിച്ചു നോക്കാം. നമുക്ക് നമ്മുടെ പ്യൂരിഫയർ വെച്ചെന്നുള്ള കാര്യം മനസ്സിലായോ? അപ്പൊ ഒന്ന് വെള്ളം ഒന്ന് എടുത്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കും. ശരി. അപ്പൊ ഗ്ലാസ് ഉണ്ട് ഇവിടെ, മേലോട്ട് വെക്കുള്ളൂ. 2 രീതിയിൽ എടുക്കാം നമുക്ക്. ഇപ്പൊ എന്തെങ്കിലും ടംബ്ലർ എന്തെങ്കിലും വെച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പൊക്കി വെച്ചാൽ മതി. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് വെച്ചാൽ മതി. വ്യത്യാസമുണ്ട്. നമ്മുടെ വെള്ളത്തിന്റെ അകത്ത് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് അയണിന്റെ സാന്നിധ്യം കുറച്ച് സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു. അത് നമ്മൾ നമ്മുടെ വെസൽ വെച്ചിട്ടുണ്ട് പുറത്ത്. അതിന്റെ നമ്മൾ എടുത്തിട്ടില്ല, വെള്ളത്തിന്റെ ക്വാളിറ്റി ഒന്നും എടുത്തിട്ട് അതിന്റെ റിവ്യൂ ഒന്നും എടുത്തിട്ടില്ല. നമ്മൾ ആദ്യമേ പ്യൂരിഫയറിലേക്ക് വന്നു. അപ്പൊ പ്യൂരിഫയറിന്റെ ഇപ്പൊ നമുക്ക് എടുത്തിട്ട് സാറ്റിസ്ഫൈഡ് അല്ല വെള്ളം. ഓക്കെ. അപ്പൊ സുഹൃത്തുക്കൾ, നമ്മുടെ മേലത്തെ പ്യൂരിഫയറിന്റെ വർക്ക് കഴിഞ്ഞിട്ട് താഴെയും കൂടി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫൈനലൈസ് ചെയ്യാം. അപ്പൊ നേരെ നമുക്ക് താഴെ കിട്ടും. അപ്പൊ കൂടാതെ നമ്മൾ താഴെട്ടുണ്ടെങ്കിൽ താഴത്തെ ഫ്ലോറില, അതായത് ഗ്രൗണ്ട് ഫ്ലോറിലെ പ്യൂരിഫയർ ചെയ്യുന്ന സ്ഥലത്താണ്, കിച്ചണിലാണ്. അപ്പൊ അത് ഇവിടെ വാട്ടർ പോയിന്റ് നമുക്ക് ഇതിങ്ങനെ അഴിച്ചിട്ട് പോകുന്നുണ്ട്. പ്ലഗ് പോയിന്റ് കൂടി ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെയാണ് പിടിപ്പിക്കുന്നത്. പ്രീ ഫിൽറ്റർ പിടിപ്പിച്ചിട്ട് നമ്മൾ നേരെ നമ്മുടെ യൂണിറ്റ് ഫിക്സ് ചെയ്യാനുള്ള തുടങ്ങി. താഴത്തെ പ്യൂരിഫയർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തു. അപ്പോൾ അതിന്റെ പ്രോസസ് നടന്നുകൊണ്ടിരിക്കും. അപ്പൊ ഇവിടുത്തെ നമ്മുടെ വർക്കുകൾ ഏകദേശം ഫിനിഷായി. ഇനിയിപ്പോ നമുക്ക് ഓൾറെഡി നമ്മൾ സെയിം യൂണിറ്റ് നമ്മൾ മേലെ വെച്ച് അതിന്റെ ക്വാളിറ്റി നമ്മൾ ചെക്ക് ചെയ്തതാണ്. ഇനി നമുക്ക് അടുത്തത് നമ്മുടെ വെസലിന്റെ ക്വാളിറ്റിയുടെ കാര്യങ്ങൾ നമുക്ക് കസ്റ്റമർക്ക് ചോദിച്ച് മനസ്സിലാക്കണം. ഇതൊന്ന് ഇവിടുത്തെ കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മുടെ കവർ ഇട്ടിട്ട് നമുക്ക് ഫൈനലൈസ് ചെയ്ത് നമുക്ക് നീങ്ങാം, പുറത്തേക്ക് നീങ്ങാം. അതിനുശേഷം നമുക്ക് നമ്മുടെ വെസലിന്റെ റിവ്യൂ എടുത്ത് കാണിച്ചു തരാം. നമ്മളുടെ ഇത് മേലത്തെയാണ്, ഇത് താഴത്തെയാണ്. അപ്പൊ നമ്മളിപ്പോ ചെയ്തിരിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മേലിരിക്കുന്ന ടാങ്കിൽ നിന്ന് ഇറങ്ങി വരുന്ന ലൈനാണ് ഈ വരുന്ന ലൈൻ. അതായത് നമ്മുടെ ഓവർഹെഡ് ടാങ്ക് ഇല്ല, ഇങ്ങനെ പറഞ്ഞ ലൈനാണത്, 1 ഇഞ്ച് ലൈൻ. ആ ലൈൻ നോർമലി ഇതുമാരെ അപ്പയും മേലോട്ട് പോകും. ഇതിപ്പോ നമ്മള് ചെയ്തിരിക്കുന്നത് ഈ വരുന്ന ലൈൻ നമ്മൾ കട്ട് ചെയ്തിട്ട് നേരെ വെസലിലേക്ക് വെച്ചേക്കാം. വെസലിന്റെ ഇൻലെറ്റ് എഴുതിയിട്ടുണ്ട്, ഇൻലെറ്റ് ഔട്ട്ലെറ്റ്. ഇത് നമ്മുടെ ബാക്ക് വാഷ് റിജക്റ്റഡ് വേസ്റ്റ് പോകുന്നുണ്ട്. ഓക്കെ, ഇതിലേക്ക് കൊടുത്തിരിക്കുന്നു. അതിനുശേഷമുള്ള ഫിൽട്രേഷൻ നടക്കണം. ഫിൽട്രേഷൻ കഴിഞ്ഞ് ഫിൽറ്റർ വാട്ടർ നമ്മൾ നേരെ ഇതിലേക്ക് പുറത്തേക്ക് വരും. ഇത് ഔട്ട്ലെറ്റ്. ഇത് നേരെ വന്ന് നമ്മുടെ പഴയ ലൈനിലോട്ട് ലൂപ്പിങ്ങാണ്. ഇൻ ബിറ്റ്വീൻ നമുക്ക് മുന്നേ ഒരു വാൽവ് ഉണ്ടായിരുന്നു. ആ വാൽവ് ഇപ്പൊ നമ്മൾ അടച്ചു വെച്ചു. ഇത് എമർജൻസി പർപ്പസിന് മാത്രമായിട്ട് ഇനി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബൈപ്പാസ് ആയി. അല്ലല്ല, താഴെ നിന്ന് ഇതിൽ കയറുന്നു. ഫിൽട്രേഷൻ ചെയ്തിട്ടാണ് പിന്നെ മേലോട്ട്. ഇങ്ങനെ വെച്ചിരിക്കുന്നതിന്റെ ഉദ്ദേശം എപ്പോഴെങ്കിലും നമുക്ക് ഫ്യൂച്ചറിൽ നമ്മുടെ വെസലിന് ഒരു മെയിൻ്റനൻസ് വന്നു, ആ സമയത്ത് നമുക്ക് വെസലിന്റെ ഔട്ട്ലെറ്റും ഇൻലെറ്റും നമ്മൾ ക്ലോസ് തുറന്നു കഴിഞ്ഞാൽ പഴയ മോഡിലേക്ക് പോകും. അപ്പൊ നമുക്ക് വെള്ളത്തിന് ഷോർട്ടേജ് വരില്ല. അതിനാണ് ഈ സിസ്റ്റം വെച്ചിരിക്കുന്നത്. നിലവിൽ ഇപ്പൊ വേണ്ട, ഇത് 3 ക്ലോസ് കിട്ടും. കാരണം ഫിൽറ്റർ ഓക്കെയാണ്. ഒരു ഫിൽറ്റർ വാട്ടർ മാത്രമേ കിട്ടത്തുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ ഇനി ഇതിനകത്ത് ചെയ്യേണ്ട വെച്ചിട്ടുണ്ടെങ്കിൽ വീക്കിലി വൺസ് അല്ലെങ്കിൽ ട്വൈസ് നമുക്ക് ഇതിനെ ബാക്ക് വാഷ് ചെയ്യണം. ബാക്ക് വാഷിംഗ് മീൻസ് നമുക്ക് ഇതിനകത്ത് അടിഞ്ഞു കൂടിയിരിക്കുന്ന അഴുക്കിനെ പുറത്തേക്ക് പറയുന്ന ഒരു പ്രൊസീജിയറാണ് ബാക്ക് വാഷ്. അത് വീക്കിലി വൺസ് മിനിമം ഒരു 10 മിനിറ്റ്സ് എങ്കിലും ചെയ്യണം. 10 മിനിറ്റ്സ് മിനിമം, അതായത് നമുക്ക് ഡിപ്പെൻസ് ഓൺ വെള്ളത്തിന്റെ ക്വാളിറ്റി. ഇപ്പൊ അഴുക്ക് ഒരുപാട് ഉണ്ടെങ്കിൽ അഴുക്ക് പോകുന്ന സമയം വരെ ചെയ്യണം. ഞാനൊരു ഉദാഹരണം എക്സാമ്പിൾ ഇതാണ് പറയുന്നത്, ടൈമാണ് പറഞ്ഞത് 10 മിനിറ്റ്. ഇപ്പൊ 10 മിനിറ്റ് നമ്മൾ ബാക്ക് വാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട പ്രൊസീജിയർ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ ഈ വാൽവ് അടയ്ക്കാം.
ഔട്ട്ലെറ്റ് വാൽവ്. ഇത് അടച്ചിട്ട് ഇത് ഓൾവേസ് ഓപ്പൺ ആയിട്ട് തന്നെ കിട്ടും. എന്നിട്ട് ഇതിനെ പ്രസ് ചെയ്യുക. ഈ ഹാൻഡിൽ ഉണ്ടോ, ഇതിനെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ബാക്ക് വാഷിക്ക് നേരെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കും. 10 മിനിറ്റ് ആണ് നമ്മൾ ബാക്ക് വാഷ് ചെയ്യണത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചായിരുന്നില്ലേ 10 മിനിറ്റ്. ആ 10 മിനിറ്റ് ഡിപ്പെൻസ് നമ്മുടെ വെള്ളത്തിന്റെ അഴുക്ക്. അതുകൊണ്ട് നമുക്ക് കണ്ട് മനസ്സിലാക്കണം. ഈ ബാക്ക് വാഷ് കഴിഞ്ഞ് കഴിയുമ്പോൾ റിൻസിലേക്ക് ഇടുമ്പോൾ ഈ റിൻസിന്റെ പ്രവർത്തനം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇളക്കി മറിച്ച ബെഡിനെ സീറ്റിംഗ് ആക്കുന്ന പ്രൊസീജിയറാണ് റിൻസ്. അത് മാത്രം അതിലുള്ളത് മാത്രം പുറത്തെടുക്കും. അല്ല, അതായത് ബാക്ക് വാഷിന് പുറത്തേക്ക് ആയുള്ളൂ. അപ്പൊ ബെഡ് എല്ലാം ഒന്ന് ഷേക്ക് ആവും. ആ ബെഡിനെ സീറ്റിംഗ് ആക്കുന്ന ഓപ്ഷനാണ് റിൻസ്. അപ്പൊ നമ്മൾ 10 മിനിറ്റ് ആണ് ബാക്ക് വാഷ് ചെയ്യണമെങ്കിൽ 5 മിനിറ്റ് റിൻസ് കൊടുക്കും. നമ്മളവിടെ ബൈപ്പാസ് കൊടുക്കുന്നത് ഇവിടെ 1.5 ഇഞ്ചിന്റെ ബൈപ്പാസ് അവിടെ വെച്ച് വെച്ചെങ്കിൽ ഇതിപ്പോ നേരെ ഉൾട്ടയാണ് ഇവിടുത്തെ. അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ മേലേന്ന് ലൈൻ വന്നിട്ട് അടിയിനം കയറി പോകണം. ഇവിടെ അങ്ങനെയല്ല, മേലേന്ന് ഇറങ്ങി വരാം. അപ്പൊ ഇത് മേലേന്ന് ഇറങ്ങി വരുന്ന ലൈൻ നമ്മൾ ഇവിടുന്ന് ഇങ്ങനെ ടീ കണക്ഷൻ ഇട്ടിട്ട് നേരെ ഇതിലേക്ക് ഇല്ല. ഫിൽട്രേഷൻ കഴിഞ്ഞ ശേഷം ഔട്ട് തിരിച്ചു വന്ന് വീണ്ടും നമ്മുടെ പഴയ ലൈനിൽ വന്ന് പോകും. അപ്പൊ സുഹൃത്തുക്കൾ, നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടോ. നമ്മുടെ 2 വെസൽ ഫിൽട്രേഷൻ ഇവിടെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ നമ്മൾ പ്യൂരിഫയറിന്റെ ഓൾറെഡി നമ്മൾ റിവ്യൂ തന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ നമ്മുടെ വെസൽ ഫിൽട്രേഷന്റെ പ്രൊഡക്റ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മുടെ കസ്റ്റമർ ഉണ്ട്, നമുക്ക് കസ്റ്റമർ തന്നെ ചോദിച്ചു നോക്കാം. നമ്മുടെ വർക്ക് കഴിഞ്ഞുള്ള കാര്യം മനസ്സിലായല്ലോ. അപ്പൊ നമുക്ക് ഇതിന്റെ ഒന്ന് ക്വാളിറ്റി ഒന്ന് എടുത്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ട് ക്വാളിറ്റി, നമ്മുടെ വെള്ളം എന്തായിരുന്നു, അതുപോലെ ഇപ്പോഴത്തെ ക്വാളിറ്റി എന്താണെന്നുള്ളത് നമ്മൾ വ്യൂവേഴ്സിനോട് ഒന്ന് 2 വാക്കൊന്ന് പറഞ്ഞാൽ കൊള്ളാം. ഒന്ന് എടുത്ത് നോക്കിക്കോളൂ സാമ്പിൾ. മേലോട്ട് ഇങ്ങനെയുണ്ട് വെള്ളം. ക്ലിയർ അല്ലേ? ക്യാമറയിലോട്ട് നോക്കിയിട്ട് പറഞ്ഞോളൂ. ഓക്കെ അല്ലേ? അതായത് നേരത്തെ വെള്ളം എന്തായിരുന്നു നമുക്ക് ബുദ്ധിമുട്ട്? ഓക്കെ, ഫിസിക്കലായിട്ടുള്ള ഇമ്പ്യൂരിറ്റീസ് ഉണ്ടായിരുന്നു അല്ലേ? ഇപ്പൊ ഓക്കെ അല്ലേ? സാറ്റിസ്ഫൈഡ് ആണോ? ഓക്കെ, താങ്ക് യു. അപ്പൊ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് കാര്യങ്ങൾക്ക് വ്യക്തത ഒന്നാണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ വർക്കുകൾ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മളുമായി ബന്ധപ്പെടുക. അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ പുതിയൊരു വീഡിയോ ആയി വരുന്നവരെ ബൈ.